Hi, hello dear friends. എല്ലാവർക്കും അമ്മൂസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ അമ്മു. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന രുചികരമായിട്ടുള്ള ഒരു റൈസിന്റെ റെസിപ്പിയാണ് കേട്ടോ. പല രീതിയിലുള്ള പുലാവ് നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. എന്നാൽ കൊറിയാണ്ടർ റൈസിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ് കേട്ടോ. നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു റൈസ് തയ്യാറാക്കണമെന്നൊക്കെ തോന്നുമ്പോൾ ടിഫിൻ ബോക്സിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലുള്ള റൈസാണ് ഈ കൊറിയാണ്ടർ റൈസ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ കൊറിയാണ്ടർ റൈസ് തയ്യാറാക്കാൻ ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണ് നോക്കാം. കൊറിയാണ്ടർ റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ആദ്യം ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം. റൈസ് ഒരു 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം നമുക്ക് ഒന്ന് കുതിരാനായിട്ട് ഒരു അരമണിക്കൂറത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കണ്ടോ, റൈസ് നല്ല ക്ലിയർ ആയിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം റൈസ് കഴുകിയെടുക്കാനായിട്ട്. അതുപോലെ ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്കൊരു അരമണിക്കൂറെങ്കിലും കുതിരാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ റൈസ് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ഈ റൈസ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് വെന്ത് പോകരുത് കേട്ടോ. ഒരു 3/4 വേവ് മതിയാകും. ആ സമയമാകുമ്പോൾ നമുക്ക് റൈസ് ഒന്ന് ഊറ്റിയെടുത്താൽ മതിയാകും. മസാല നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പിടി കൊറിയാണ്ടറാണ്, മല്ലിയില നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പിടി കേട്ടോ പുതിന, ഒരു ചെറിയ പിടി മതിയാകും, ഒരുപാട് വേണ്ട. ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഇല്ലെന്നുണ്ടെങ്കിൽ സവാളയാണെങ്കിൽ എടുക്കാം, ഒരു ചെറിയ സവാളയാണെങ്കിൽ മതിയാകും. പിന്നെ വേണ്ടത് ഒരു 4 അല്ലി വെളുത്തുള്ളിയാണ്. പിന്നെ ഒരു ഇഞ്ചി, ഒരു 2 കഷ്ണം. ഞാനിപ്പോൾ ഒരു 4ആയിട്ട് മുറിച്ചെന്നേ ഉള്ളൂ. ചെറിയ 2 കഷ്ണം ഇഞ്ചി മതിയാകും. പിന്നെ പച്ചമുളക്, വേറെ ഒരു എരിവ് നമ്മളിതിൽ ഇടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് ഒരു 3 പച്ചമുളകാണ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് ഇടുന്നതേ ഉള്ളൂ. ഇനി ഇട്ട് കഴിയുമ്പോൾ ഈ റൈസിന് നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 3 സ്പൂണ് തേങ്ങ ഇത്രയും കൂടെ ഇട്ട് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നല്ല മഷി പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരല്പം വെള്ളം ഒഴിച്ചാൽ മതിയാകും. ഇത്ര വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ മസാല ഒന്ന് അരഞ്ഞു നോക്കാം. ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇതുപോലെ വേണം അരച്ചെടുക്കാനായിട്ട്. നല്ല പേസ്റ്റാക്കി നമ്മൾ അരച്ചെടുത്തു. ഇനിയിപ്പോൾ ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് 2 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ബേ ലീഫ് ചേർക്കാം. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, ഒരല്പം ജീരകം ഇട്ട് കൊടുക്കാവേ. കാരണം ജീര റൈസിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഇതിന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂണ് ജീരകം കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്, നല്ലൊരു ഫ്ലേവർ കിട്ടും. ഞാനിപ്പോൾ 2 ചെറിയ സവാളയാണ് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. 2 സവാളയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ സവാള ചെറുതായിട്ടൊന്ന് വാടിയാൽ മതിയാകും. അതിനുശേഷം നമുക്കിതിലേക്ക് വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ക്യാരറ്റ് 1 കപ്പ് എടുത്തിട്ടുണ്ട്. കൊത്തി അരിഞ്ഞ ക്യാരറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ചേർക്കാം കേട്ടോ. ഒരുപാട് വലിയ വെജിറ്റബിൾസ് ഒന്നും വേണ്ട. ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് സോട്ട് ചെയ്യാൻ പറ്റുന്ന വെജിറ്റബിൾ മതിയാകും. പിന്നെ ബീൻസ് അത് 1 കപ്പാണ്. വെജിറ്റബിളൊക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ള അനുസരിച്ചിട്ടാണ്. ബീൻസ് 1 കപ്പ്. ഗ്രീൻ പീസ് കുക്ക് ചെയ്തതാണ്. അതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ വെജിറ്റബിളെല്ലാം കൂടെ നമ്മുടെ ഈ നെയ്യിൽ കിടന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ആവുന്ന നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്താലോ, കാരണം പെട്ടെന്നൊന്ന് സോട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരല്പം ഉപ്പ്, കാരണം റൈസിലൊക്കെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ടായി. ഇപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്തിട്ടുണ്ട്, വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്പൈസിയുടെ ആവശ്യമില്ല. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതൊന്ന് ചേർത്തൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കൊറിയാണ്ടർ മസാല ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ ഒരു കുത്തൽ മണം ഒന്ന് മാറണം കേട്ടോ. അതിനുശേഷം നമുക്ക് കൊറിയാണ്ടർ മസാല ചേർത്താൽ മതിയാകും. ഇപ്പോൾ കൊറിയാണ്ടർ മസാല ചേർക്കുകയാണ്. ഒരല്പം മിക്സിയുടെ ജാറിൽ ഇരിക്കുന്നതും കൂടെ കഴുകിയൊന്ന് ഒഴിച്ചതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം.
ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ ഒരു പച്ച കുത്തുമണം നന്നായിട്ട് മാറണം, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു ചെറിയ ലൈറ്റായിട്ടുള്ള ഒരു കളർ മാറി ഒരു ഡാർക്ക് ഗ്രീനായി കിട്ടും. അതാണ് ശരിക്കുള്ളൊരു പരുവം കേട്ടോ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കാരണം അതിൻ്റെ ഒരു പച്ച മണം ഒന്നും നമ്മുടെ റൈസിൽ ഇരിക്കാൻ പാടില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ്സ് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ നമ്മുടെ കൊറിയാണ്ടർ മസാല എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നു. അതുപോലെ അതിനൊരു പച്ച കുത്തുമാണോ എല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർക്കാം. ഈ സമയമാകുമ്പോൾ ഉപ്പൊക്കെ നോക്കി കൊടുക്കുക കേട്ടോ. ഉപ്പെല്ലാം കറക്റ്റായിരുന്നു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് 3/4 വേവ് മതി എന്ന് പറയുന്നത്. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ നമ്മളിതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോഴൊക്കെ റൈസ് പിന്നെയും ഒരുപാട് വെന്ത് പോകും. ക്യാരറ്റും വെജിറ്റബിൾ എല്ലാം മിക്സായി വന്നു. പിന്നെ മുകളിൽ ഒരല്പം സ്പ്രിംഗ് ഒണിയൻ ഇട്ട് കൊടുക്കാം. ഒരല്പം നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നെയ്യ് ഉരുക്കിയത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കൊറിയാണ്ടർ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, കണ്ടോളൂ എത്ര പെട്ടെന്നാണ് രുചികരമായിട്ടുള്ള ഒരു കൊറിയാണ്ടർ റൈസ് നമ്മൾ തയ്യാറാക്കിയത്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാകും. വളരെ വ്യത്യസ്തമായിട്ടുള്ള കൊറിയാണ്ടറിൻ്റെ ആ ഒരു കുത്തലൊന്നും കാണത്തില്ല. ഞാനും അതുപോലെ തന്നെ സംശയിച്ചിരുന്നു. പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കൊറിയാണ്ടർ റൈസാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. മറക്കാതെ ബെല്ലൈക്കൻ അമർത്തെങ്കിലേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മനോഹരമായ മറ്റൊരു റെസിപ്പിയുമായി കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ് അമ്മൂസ് കിച്ചൻ.